Hi friends, welcome to Stories by Rehu. I love you. What? എന്താ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ വേറെ ആരോടും നിന്നെ വരെ തോന്നാത്ത ഒരു ഇഷ്ടം. അതിങ്ങനെ എന്റെ ഹൃദയത്തിൽ ഒന്ന് നിർത്തിക്കേ. പറഞ്ഞു ഇത് എങ്ങോട്ടാ പോണേ? സംഭവം എനിക്ക് മനസ്സിലായി. എവിടുന്ന് കിട്ടിയതാ? എന്ത്? ഡയറല്ലേ? ഞാനും കുറെ കണ്ടതാ. അല്ല, ഇപ്പൊ എന്ത് റിപ്ലൈ ആണ് വേണ്ടത്? അത് ശരി, ചങ്കെടുത്ത് കാണിക്കുമ്പോൾ ചെമ്പരത്താളി ഉണ്ടാക്കാൻ പോവാണല്ലേ? ദിസ് ഇസ് ടു മച്ച് റിയ. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഐ ലവ് യു ടു കാർത്തി എന്ന് പറയണം. പോടാ ചെറുക്ക, ആളെ കളിയാക്കാതെ. ഞാൻ നല്ല തിരക്കിലാണ്, പിന്നെ കാണാം. തിരിച്ചൊരു ബായ് പറഞ്ഞത് പോലും ഗൗനിക്കാതെ കയ്യിലുള്ള ഫോണിൽ ആരുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിൽ വെച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. ആരെ ആയിരിക്കും എന്നെ അവഗണിച്ചുകൊണ്ട് അവൾ വിളിച്ചതെന്ന ചിന്തയോടെ ഞാനും തിരിച്ചു പോന്നു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ രാത്രി ടെറസിൽ നക്ഷത്രങ്ങളും എന്നീ കിടക്കുമ്പോൾ ഒക്കെ ആലോചിച്ചത് അവളെ പറ്റി മാത്രമായിരുന്നു. റിയ മരിയ ജോസഫ്. ഡാ കാർത്തി, മതിയടാ, കുറെ നേരമായല്ലോ. ഡാ അരുണേ, ഞാൻ അവളോട് അന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞതിന് പകരം ഐ ആം ഇൻ ലവ് വിത്ത് യു റിയ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? നമ്മുടെ വാരണായിരം സിനിമയിലെ പോലെ. അത് ശരി, അപ്പൊ പൊന്നുമോൻ അവളുടെ സ്റ്റാറ്റസും കണ്ട് അതും ആലോചിച്ച് കിടന്നതാണല്ലേ? സ്റ്റാറ്റസോ? ആരുടെ? വേറെ ആരുടെ? റിയയുടെ തന്നെ. ഞാൻ കണ്ടില്ലല്ലോ, നോക്കട്ടെ. ശരിയാണ്, ഞാൻ മനസ്സിൽ കണ്ട അതേ സീൻ അവൾ 30 മിനിറ്റ് മുൻപേ സ്റ്റാറ്റസ് ആക്കിയിട്ടേക്കുന്നു. എടാ, എന്നാലും ഇതെങ്ങനെ? എങ്ങനെയായാലും നാളെ അവളുടെ കല്യാണമാണ്. ഇനിയും എന്തിനാ ആലോചിക്കുന്നത്? അത് നാളെ അല്ലേടാ, ഇന്നൊരു രാത്രി കൂടി ഞാൻ ആലോചിച്ചോട്ടെടാ. ഒന്നുമില്ലേലും കുറെ നാൾ ഞാനും കൊതിച്ചതല്ലേടാ. കോളേജിലെ എന്റെ ജൂനിയർ ആയിരുന്നു റിയ. ആർട്സ് ഡേ അടുക്കുന്ന സമയത്താണ് അവളെ ഞാനും പരിചയപ്പെടുന്നത്. തിരുവാതിര പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടുകാരുടെ കൂടെ ക്ലാസ് കട്ട് ചെയ്ത് വന്നതായിരുന്നു അവൾ. ഒരേ ഹാളിൽ രണ്ടറ്റങ്ങളിലായി തിരുവാതിരയും മാർഗംകളിയും പ്രാക്ടീസ് നടക്കുന്നത് മാറി മാറി കാണുകയായിരുന്നു അവൾ. അങ്ങനെ പെട്ടെന്നൊരു ആകർഷണം തോന്നാൻ മാത്രം സുന്ദരിയല്ലായിരുന്ന അവളെ ഞാനും അധികം ശ്രദ്ധിക്കാനും പോയിരുന്നില്ല. ഇത്തവണ ഓവറോൾ കപ്പടിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് എല്ലാവരും ആഞ്ഞു ശ്രമിച്ചപ്പോൾ അവൾ മാത്രം അതൊന്നും അല്ലായിരുന്നു. ഒരു പാർട്ടിസിപ്പേഷൻ പോലും റിയ മരിയ ജോസഫ് എന്നയാളുടെ പേരിൽ നിന്നും ഇല്ലായിരുന്നു. ആർട്സ് ഡേ ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു മാർഗംകളി. ഞങ്ങളുടെ നിർഭാഗ്യവശാൽ ഒരു കുട്ടിയുടെ അമ്മമ്മ അന്ന് 10 മണിയായപ്പോൾ തന്നെ വിട പറഞ്ഞു. മാർഗംകളി ക്യാൻസൽ ചെയ്യാമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരുടെ പരിശ്രമം കൂടി കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് അവളെ സജസ്റ്റ് ചെയ്തത്. പ്രാക്ടീസ് തുടങ്ങിയ അന്നു മുതൽ ഇവൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ ഇവൾ വിചാരിച്ചാൽ ഇതും നടക്കും. ഞാനോ? അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ കളിക്കാൻ. ഞാൻ വരില്ല. അതെന്താ അറിയാത്തെ? ഒന്നുമില്ലെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനിയല്ലേ? അയ്യടാ, ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഇതൊക്കെ അറിയുന്ന ആര് പറഞ്ഞു? അവളുടെ ആ വാക്കുകൾ ശരിവെക്കും പോലെയായിരുന്നു അന്നത്തെ മാർഗംകളി. അതെ, ഒരു മാർഗവും ഇല്ലാത്തോണ്ട് അവൾ കളിച്ച കളി. എല്ലാവരും ഇരുന്ന് കളിക്കുമ്പോൾ അവൾ നിന്നു, എല്ലാവരും നിൽക്കുമ്പോൾ അവൾ ഇരുന്നു. അവസാനം ഒരു കൂട്ടയടിയോടെ ആ മാർഗംകളി അവസാനിച്ചപ്പോൾ ചിരിക്കാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല, ഞാനും. എന്തായാലും കയറ്റിയതിനേക്കാൾ സ്പീഡിൽ മാർഗംകളി ഡിസ്ക്വാളിഫൈ ചെയ്തുവെങ്കിലും ഓവറോൾ കപ്പ് തങ്ങൾക്ക് തന്നെ കിട്ടി. ചെണ്ടമേളത്തോടൊപ്പം കപ്പുമായി കോളേജ് മുഴുവൻ ആഹ്ലാദ പ്രകടനം നടത്തി നടക്കുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. ഒരു ചെണ്ടക്കോലിന്റെ രൂപത്തിൽ അവൾ റിയ മരിയ ജോസഫ് കാർത്തിക് വിശ്വനാഥൻ എന്ന എന്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി വന്നത്. ഇതുവരെ കാർത്തിക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണെന്ന് ചോദിച്ചാൽ എന്നോട് തന്നെ എന്ന് പറഞ്ഞിരുന്ന ഞാൻ അന്നു മുതൽ മാറുകയായിരുന്നു. എന്നെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന എന്റെ സ്വഭാവം തന്നെ മാറുകയായിരുന്നു. അപ്പോൾ ഇഷ്ടം എന്ന വാക്കിന് പോലും റിയ എന്നായിരുന്നു അർത്ഥം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മറുപടി ഇല്ലാതെ പോകുന്ന ചെറിയ വലിയൊരു ഇഷ്ടമായിരുന്നു എനിക്ക് അവളോട്. ആഗ്രഹിക്കുന്നവയെല്ലാം ഒരു കയ്യക്കലത്തിലേക്ക് സൂക്ഷിക്കാൻ മാത്രം പഠിച്ചവൻ എപ്പോഴോ തന്റെ പ്രണയത്തെ നെഞ്ചിൽ ചേർത്ത് താലോലിച്ചപ്പോൾ അറിയില്ലായിരുന്നു, അർഹിക്കാത്ത ഒന്നായിരുന്നു അവന് അവൾ എന്നത്. മോഹിനിയാട്ടി, ഞങ്ങളുടെ മാർഗംകളിക്കാരിയെ കണ്ടോ? മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ അപർണയുടെ കൂടെ നടന്നു വരുന്ന റിയയെ കളിയാക്കിക്കൊണ്ട് അത് ചോദിച്ച അരുണായിരുന്നു എങ്കിലും അതിന് മറുപടി കിട്ടിയത് എനിക്കായിരുന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന ചെണ്ടക്കാരന്റെ കയ്യിൽ നിന്ന് ചെണ്ടക്കോൾ തട്ടിപ്പറിച്ച ഒറ്റയേറായിരുന്നു കുരിപ്പ് എന്റെ നെറ്റിയിലോട്ട്. ഇതിന് അടുത്ത വർഷം സ്പോർട്സ് ആവുമ്പോൾ ജാവലിൻ എറിയാൻ കയറ്റാം. നല്ല ഉന്നം. എന്റെ നെറ്റിയുടെ കാര്യത്തിൽ തീരുമാനമായി. വെറുതെ അല്ല ഇത് വെച്ച് അടിക്കുമ്പോൾ ചെണ്ട ഇങ്ങനെ ഒച്ച വെക്കുന്നത്. നെറ്റിയിൽ കൈ വെച്ച് ഞാൻ നിന്നപ്പോൾ എന്നെ കയ്യിൽ വലിച്ച് ചെണ്ടക്കാരുടെ ഇടയിലേക്ക് തള്ളി. അതേ കയ്യിൽ പിടിച്ച് ഉയർന്നു വന്നുകൊണ്ട് അവൾ എന്റെ ചെവിയിൽ പറഞ്ഞു, സെയിം ടു സെയിം. അപ്പോ എല്ലാം കോംപ്ലിമെന്റ്സ് ആയല്ലോ. ഇനി നമുക്ക് കുറച്ചു നേരം ഇവിടെ മാർഗം കളിക്കാം. ആദ്യമായിട്ട് അത്രയും അടുത്തൊരു പെൺകുട്ടി വന്നത് കൊണ്ടോ എന്തോ
അവളുടെ ചുടുനിശ്വാസം എന്റെ കാതിൽ പതിഞ്ഞപ്പോ മുതൽ ഞാനല്ലാതെ ആവുകയായിരുന്നു. അല്ലെങ്കിൽ ആരെയും കാണിക്കാതെ എന്റെ ഉള്ളിൽ ബന്ധിക്കപ്പെട്ട എന്നിലെ ഭാവങ്ങൾ എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ച് പുറത്തു വന്നതാണോ? എന്തു തന്നെയായാലും ആ നിമിഷങ്ങളിലെല്ലാം ഞാൻ ഏറെ ആസ്വദിക്കാനും തുടങ്ങിയിരുന്നു. ചുറ്റും മുഴങ്ങുന്ന ചെണ്ടമേളത്തെക്കാൾ 100 ഇരട്ടിയായിരുന്നു എന്റെ ഹൃദയമിടിപ്പ്. ഓരോ മിടിപ്പിലും ഹൃദയം ഉച്ചരിച്ചത് അവളുടെ നാമമായിരുന്നു, റിയ. ചെണ്ടമേളത്തിനനുസരിച്ച് കൈ ഉയർത്തിപ്പിടിച്ച് കളിക്കുന്ന അവളേക്കാൾ ആവേശം നിറച്ച മറ്റൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞില്ല എന്ന് തോന്നിപ്പോയി. ആവേശം തോന്നിയത് എനിക്ക് മാത്രമായിരുന്നില്ല. ക്ലാസ്സിലെ മറ്റ് ആൺകുട്ടികളും അവൾക്കൊപ്പം കളിക്കാൻ തുടങ്ങിയതും എന്തോ ഒരു പിരിമുറുക്കം പോലെ, എവിടെയോ എന്തോ ഒരു വല്ലായ്മ തോന്നിയതും പിന്നൊന്നും നോക്കാതെ അവരുടെ ഇടയിലേക്ക് കയറിക്കൊണ്ട് അവളുടെ കൂടെ നിന്ന് ഞാനും കളിച്ചു. കളിക്കിടയിൽ അവളെ വിട്ടുപോവാതിരിക്കാൻ ഇടയ്ക്ക് അവളുടെ കയ്യിൽ പിടിച്ചായി എന്റെ കളി. കളിക്കാനുള്ള ആവേശത്തിൽ ആരും അത് ശ്രദ്ധിച്ചില്ല. അവളും. ഏറെ നേരത്തെ കളി കഴിഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങൾ വരാന്തയിൽ കുറച്ചു നേരം ഇരുന്നു. പോവുകയാണെന്ന് പറഞ്ഞ അവൾ എണീറ്റ് എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നെഞ്ചിൽ കുളിർമഴ പെയ്യിച്ച അവളുടെ ആ പുഞ്ചിരിക്ക് പകരം ഞാൻ നൽകിയത് എന്റെ മനസ്സായിരുന്നു. ഒരു പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ എനിക്ക് വേണ്ടി ചിരിച്ചത് കൊണ്ടാകാം, അല്ലെങ്കിൽ ആ ചിരി എന്റെ ഹൃദയത്തിൽ വന്നു തറച്ചത് കൊണ്ടാകാം. അവൾ പോയി ഏറെ നേരം കഴിഞ്ഞിട്ടും നൂല് പൊട്ടിയ പട്ടം പോലെയായിരുന്നു ഞാനും. ദിവസങ്ങൾ കഴിയും തോറും ഞങ്ങൾ തമ്മിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടിരുന്നു. കോഴ്സ് കഴിഞ്ഞിറങ്ങിയെങ്കിലും ഇടയ്ക്കിടെ അവിടെ പോകുമായിരുന്നു. അവളോടൊപ്പം സമയം ചിലവഴിക്കാനും തുടങ്ങി. അവളുമായുള്ള സൗഹൃദം നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി എന്റെ പ്രണയം ഞാൻ മനസ്സിൽ ഒളിപ്പിച്ചു. പക്ഷെ എത്ര നാൾ സത്യം മറച്ചു പിടിക്കാനാകും? എന്റെ കണ്ണുകളിലൂടെ അവൾക്കത് വായിച്ചെടുക്കാനാകും എന്ന് തോന്നിയ നിമിഷത്തിലാണ് മനസ്സ് തുറക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഒരു പക്ഷെ അവളും അത് മുൻപേ മനസ്സിലാക്കിയിരിക്കണം. എത്ര പെട്ടെന്ന് അവൾ എന്നെ അവഗണിച്ചത്! ഒന്ന് ചിന്തിക്കാൻ പോലും നിന്നില്ലല്ലോ. ഒരു നോ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നുവെങ്കിലും ഒരിക്കലും എനിക്ക് ഇത്രയും വേദനിക്കില്ലായിരുന്നു. പക്ഷെ ഈ അവഗണന, അതെന്നെ ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കുകയാണ് റിയ. അർഹതയില്ലായിരുന്നോ അതോ തെറ്റായിരുന്നോ? സ്വീകരിക്കുന്നതും നിരസിക്കുന്നതും നിന്റെ ഇഷ്ടമാണ്. പക്ഷെ എന്റെ പ്രണയം ഒരിക്കലും നിനക്കൊരു ശല്യമാവില്ലായിരുന്നല്ലോ. അത്രയും നാളും എന്നോട് സംസാരിച്ചിരുന്നയാൾക്ക് പിന്നീട് എനിക്ക് റിപ്ലൈ അയക്കാൻ മാത്രമായി. ഇടയ്ക്ക് പറഞ്ഞു ഒന്നിനും നേരമില്ല, അത്രയും തിരക്കാണെന്ന്. ഒരു മെസ്സേജ് അയക്കാനുള്ള നേരം പോലുമില്ല അല്ലേ റിയ? അങ്ങനെ അല്ലടാ, നിന്നെ ഞാൻ ഓൺലൈൻ കാണാറില്ല. ഞാൻ വല്ലപ്പോഴുമല്ലേ വരുന്നത്, അതാവും. ഞാൻ തിരക്കിലാണ്, പിന്നെ വരാം എന്ന അവളുടെ മെസ്സേജിനൊപ്പം അവളും ഓഫ്ലൈൻ ആയപ്പോൾ എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്ന എന്റെ ചോദ്യം ടൈപ്പിംഗ് കഴിഞ്ഞ ഉടനെ ഒരു ബായിക്ക് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു കൊടുത്തു. പ്രണയം അത് എത്ര തീവ്രമായിരുന്നാലും ശരി, ഒരിക്കലും യാചിച്ചു വാങ്ങാൻ ശ്രമിക്കരുത്. അവഗണനയെ നേരിടേണ്ടത് പുഞ്ചിരിയിലൂടെയാണ്, കണ്ണീരിലൂടെയല്ല. ആ നാളുകളിലെല്ലാം ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചതും ഇത് തന്നെയായിരുന്നു. ഒരിക്കൽ നിന്നോടുള്ള പ്രണയം തുളുമ്പിയിരുന്ന കണ്ണുകൾ ഇപ്പോൾ നിന്റെ അവഗണനയിൽ വിരഹം തുളുമ്പുന്നത് നീ അറിയുന്നുണ്ടോ റിയ? അന്നും ഇന്നും ഞാൻ നിന്നിൽ നിന്നും എന്റെ കണ്ണുകളെ ഒളിപ്പിക്കുകയാണ്. അന്ന് ഞാൻ എന്റെ പ്രണയത്തെ മറച്ചത് നിന്റെ സൗഹൃദത്തെ നഷ്ടപ്പെടാതിരിക്കാനായിരുന്നു എങ്കിൽ ഇന്ന് ഞാൻ മറയ്ക്കുന്നത് ഒരു സഹതാപത്തിന് പുറത്ത് നീ എന്നോട് ഇഷ്ടം കാണിക്കരുതെന്ന് കരുതിയിട്ടാണ്. ആദ്യ പ്രണയം അതെന്നും എനിക്ക് അന്യമായിരിക്കാം, നോവായിരിക്കാം എനിക്ക് സമ്മാനിച്ചത്. പക്ഷെ അത് സമ്മാനിച്ചത് നീ ആയതുകൊണ്ടാകാം റിയ. ആ നോവിനെയും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. എന്റെ പ്രണയം അതെന്നും വൺ വേ തന്നെ ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്റെ ഹൃദയത്തിലേക്ക് അവൾക്ക് എൻട്രി മാത്രമേ ഉള്ളൂ, എക്സിറ്റ് ഇല്ല. അതാണ് എന്റെ പ്രണയത്തെ വൺ വേ ആക്കുന്നത്. നീ എവിടെയായിരുന്നാലും ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കും റിയ. ദ വൺ വേ ലവ്. ആലോചനകൾക്കൊടുവിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഹലോ കാർത്തി, നാളെ പള്ളിയിലേക്ക് വരില്ലേ? ഐ റിയലി വാണ്ട് ടു സീ യു ദെയർ റിയ. കാർത്തി, ഒന്നുകൂടെ ആലോചിച്ചു നോക്ക്. അകത്തേക്ക് പോണോടാ, നമുക്ക് തിരിച്ചു പോയാലോ? വേണ്ടടാ, നമുക്ക് കേറാം. അവൾ മറ്റൊരാളുടെ സ്വന്തമാകാൻ പോവുകയാണെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു. നേരിടാൻ ഞാൻ തയ്യാറാണ്. വൈകണ്ട, കേറാം. പ്രിയയുടെ കല്യാണം നടക്കുന്ന പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് അരുൺ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയത്. എന്തോ മടങ്ങി പോകാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അകത്തേക്കുള്ള ഓരോ ചൂട് വെക്കുമ്പോഴും നെഞ്ചിൽ 1000 തവണ ഖടാര കുത്തി ഇറക്കുന്ന പോലെയാണ് തോന്നിയത്. ചുവടുകൾ പതറാതെയും ചുണ്ടുകൾ വിതുമ്പാതെയും ഇരിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ മനസ്സ്, അതെന്റെ കയ്യിൽ അല്ലായിരുന്നല്ലോ. പല്ലുകൾ കൂട്ടിപ്പിടിച്ച് ഞാൻ എന്റെ ചിന്തകളെ വരുതിയിലാക്കാൻ പെടാപ്പാട് പെടുമ്പോൾ തൊട്ടു മുന്നിൽ എബിയുടെ മിന്ന് അവളുടെ കഴുത്തിൽ ചാർത്തപ്പെട്ടിരുന്നു. അവന്റെ മിന്ന് സ്വീകരിക്കുമ്പോൾ എന്തായിരുന്നു അവളുടെ മുഖത്തെ ഭാവമെന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിന് കഴിയാത്തത് നന്നായി എന്ന് ഇപ്പൊ തോന്നുന്നു. ഒഴിഞ്ഞ ഒരു സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് ഞാൻ അരുണിനെ നോക്കി. അവനും നിസ്സഹായനായി എന്നെ നോക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞതല്ലേടാ വരണ്ടെന്ന്. ശാസനയും ആശ്വാസവും ഒരേ സമയം നിറഞ്ഞു നിന്ന അവന്റെ വാക്കുകൾക്ക് മറുപടിയായി
ഞാൻ തിരിഞ്ഞു നിന്ന കപ്പിൾസിന് നേരെ വിരൽ ചൂണ്ടി. ആശ്വാസമാണോ സംശയമാണോ അപ്പോൾ എനിക്ക് കൂടുതൽ തോന്നിയത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്. അരുണും വിശ്വസിക്കാനാകാതെ എന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എടാ ഇത് ആരാ ഇത്? അപ്പൊ റിയ എന്തേ? കണ്ണുകൾ ആൾക്കായി പരതിയപ്പോൾ ഇരുന്നിരുന്ന ബെഞ്ചിൽ വെച്ച കൈകൾക്ക് മുകളിൽ മറ്റൊരു കൈയുടെ ചൂട് അനുഭവപ്പെട്ട്. മിയ മരിയ ജോസഫ്, എന്റെ അനിയത്തിയാണ് കാർത്തി. എബിച്ചൻ അവളുടെ പ്രണയമായിരുന്നു. വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ ശ്രമിച്ചു. എന്റെ പ്രണയം എനിക്ക് കിട്ടിയില്ലെങ്കിലും വീട്ടുകാരുടെ സന്തോഷമെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. ജന്മം തന്നവരോടുള്ള സ്നേഹം കാണിക്കേണ്ടത് കൂടെ പിറന്നവളുടെ കണ്ണുനീർ കണ്ടുകൊണ്ടാവരുതെന്ന് തോന്നി. അവസാനം അവരും കൂടെ നിന്നു. തിരക്കൊന്ന് കുറയുമ്പോൾ പപ്പ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാർത്തിയെ, വരില്ലേ? വരുമെന്ന് 1000 വട്ടം വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഫാമിലി ഫോട്ടോ എടുക്കാനെന്നും പറഞ്ഞ് ആരോ വന്നവളെ വിളിച്ചുകൊണ്ട് പോരുമ്പോൾ സന്തോഷം കൊണ്ടൊന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. അവസാന നിമിഷം വരെ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയത് ഇപ്പോ എന്നെ തേടി വന്നപ്പോൾ എന്നെക്കാൾ സന്തോഷമുള്ള ഒരാൾ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല എന്ന് വരെ തോന്നി. ഓഡിറ്റോറിയത്തിലെ ഒഴിഞ്ഞൊരു മൂലയിൽ അവളുടെ പപ്പയുടെ കൂടെ ഇരിക്കുമ്പോൾ എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുന്നത് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. എന്താണ് പറയേണ്ടതെന്നറിയാതെ ഞങ്ങൾ ഒരു നിമിഷം പരസ്പരം നോക്കിയിരുന്നു. കാർത്തിക് വിശ്വനാഥൻ അല്ലേ? റിയ പറഞ്ഞിരുന്നു. വീട്ടുകാരൊക്കെ? അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആണ്. അവർ മറ്റൊരു വിവാഹം കഴിച്ചു, ഫാമിലി ആയി ജീവിക്കുന്നു. ഞാൻ പഠിച്ചതൊക്കെ ഹോസ്റ്റലിൽ നിന്നായിരുന്നു. ജോലിക്ക് കയറിയപ്പോൾ ഫ്രണ്ട്സുമായി ഒരു ഫ്ലാറ്റിലേക്ക് മാറി. കാർത്തിക്കിന് തോന്നുന്നുണ്ടോ ഇത് ശരിയാകുമെന്ന്? നമ്മൾ 2 മതങ്ങളിൽ വിശ്വസിക്കുന്നവരല്ലേ? ഇല്ല അങ്കിൾ, ഞാൻ ഒരു മതത്തിലും ജാതിയിലും വിശ്വസിക്കുന്നില്ല. മതം എന്തെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ ചാർത്തപ്പെട്ട പേരാണ് എന്നെ ഹിന്ദു ആക്കുന്നത്. ഒരിക്കലും ഞാൻ മതവിശ്വാസങ്ങൾക്ക് പുറകെ പോയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം റിയയും അങ്ങനെയാണ്. അത് എന്നെക്കാൾ നന്നായി അങ്കിളിനും അറിയാമല്ലോ. പിന്നെ ഇതെല്ലാം നോക്കി വിവാഹം കഴിച്ചവർ ആയിരുന്നു എന്റെ മാതാപിതാക്കൾ. എന്നിട്ടും 5 വർഷത്തിൽ കൂടുതൽ അവർക്ക് ആ ബന്ധം തുടരാനായില്ലല്ലോ. ഇപ്പോഴത്തെ ചോരത്തിളപ്പിന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതല്ലോ. എന്റെ മകളെ ഞാൻ കാർത്തിയെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ പ്ലീസ് അങ്കിൾ, ഒരിക്കൽ പോലും റിയ എന്നെ ഏൽപ്പിക്കുകയാണ് എന്ന് തോന്നരുത്. ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കണം. എല്ലാവരുടെയും സന്തോഷത്തോടെ ആയിരിക്കണം എന്ന ആഗ്രഹമേ ഉള്ളൂ. ഒരുമിച്ച് ജീവിക്കണം എന്നതൊഴിച്ചാൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ 2ആണ്. മുന്നോട്ട് പോകാനുള്ള ഊർജമാകാനും കാലിടറുമ്പോൾ പരസ്പരം താങ്ങാൻ, എല്ലാത്തിനും ഉപരി വിലമതിക്കാനാവാത്ത സന്തോഷവും പ്രണയവും പങ്കുവെക്കുവാനാണ് ഞാൻ റിയയെ കൂടെ കൂട്ടുന്നത്. അത് എപ്പോഴൊക്കെയോ അവളുടെ കൂടെ ഇഷ്ടം അതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ. എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല കാർത്തി. പക്ഷെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ എങ്ങനെയാ? അവർക്കുള്ള മറുപടി വാക്കുകൾ കൊണ്ടല്ലെങ്കിൽ കൊടുക്കേണ്ടത്, ജീവിച്ചു കാണിച്ചു കൊടുത്തല്ലേ. അത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ ചെറിയൊരു ചിരി തെളിയുന്നത് വ്യക്തമായി എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എഴുന്നേറ്റ് വന്ന എന്റെ ചുമലിൽ ഒന്ന് തട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കാർത്തിയുടെ പേരൻസുമായി സംസാരിക്കാം. അവർക്കതിൽ താല്പര്യം കാണില്ലെങ്കിൽ. പരസ്പരമുള്ള ദേഷ്യത്തിലും വെറുപ്പിലും തീരാവുന്ന സ്നേഹമേ അവർക്ക് എന്നോടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞോളാം. അടുത്ത മാസം തന്നെ ഞങ്ങളുടെ വിവാഹം നടത്താനുള്ള തീരുമാനമായി. എന്റെ ഭാഗത്തു നിന്നും ബന്ധുക്കളെന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് ഉറ്റ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. മിശ്ര വിവാഹമായതുകൊണ്ട് അധികം ആരെയും വിളിക്കേണ്ട എന്ന അപ്പാപ്പന്റെ വാക്കുകളെ പപ്പ അവഗണിച്ചു. 2 മതങ്ങൾ തമ്മിലുള്ള വിവാഹമല്ല, 2 വ്യക്തികൾ തമ്മിലുള്ള വിവാഹമാണ് ഞാൻ നടത്തുന്നത്. ഒരു പക്ഷെ ഇതൊരു തുടക്കമായിരിക്കാം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പലരുടെയും ഉള്ളിൽ തളയ്ക്കപ്പെട്ട ഇഷ്ടം പുറത്തു വരട്ടെ. ഇതൊരിക്കലും ഒരു തെറ്റല്ല, മറിച്ച് വലിയൊരു ശരിയാണ്. അപ്പാപ്പനുള്ള പപ്പയുടെ മറുപടിയായിരുന്നു അത്. രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അത് കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രത്യേകിച്ചൊരു മതത്തിന്റെയും ആചാരങ്ങളില്ലാതെ ബാക്കി കാര്യങ്ങൾ നടന്നു. ചിലരൊക്കെ മനസ്സറിഞ്ഞ് ആശംസകൾ അറിയിച്ചപ്പോൾ ചിലർ ആളെ കാണിക്കാൻ വേണ്ടി മാത്രം അടുത്തു വന്നു. ചിലരാകട്ടെ പിറുപിറുത്തുകൊണ്ട് മുഖം കറുപ്പിച്ചുകൊണ്ട് മാറി നിന്നു. രാത്രിയിൽ അവൾക്കൊപ്പം ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ എന്തിനോ വേണ്ടി നെഞ്ചു വല്ലാതെ തുടിച്ചു. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച എന്റെ പ്രണയമാണ് ഇപ്പോൾ എന്റെ കൂടെയുള്ളത് എന്ന ഓർമ്മയിൽ ഞാൻ അവളെ ഒന്ന് നോക്കി. എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവളപ്പോൾ. കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ ഒന്ന് പിടച്ചുകൊണ്ട് അവൾ നോട്ടം മാറ്റി. നാണം കലർന്ന ഒരു ചിരിയുണ്ടായിരുന്നു അപ്പോഴും അവളുടെ മുഖത്ത്. പതിയെ ആ വിരലുകളിൽ ഒന്ന് തൊട്ടതും അത് കാത്തുന്ന പോലെ അവൾ എന്റെ തോളിലേക്ക് ചാഞ്ഞു. എന്റെ 2 കൈകൾ കൊണ്ടും അവളെ പൊതി പിടിക്കുമ്പോൾ ജന്മജന്മാന്തരങ്ങൾക്കപ്പുറത്തേക്ക് ഓർത്തെടുക്കുവാനുള്ള ഞങ്ങളുടെ പ്രണയ നിമിഷങ്ങൾ തുടങ്ങുകയായിരുന്നു അവിടെ നിന്നും. അവൾ റിയ, ഈ കാർത്തിക്കിന്റെ പ്രണയം. അതെ, എന്റെ ഹൃദയത്തിലേക്ക് അവൾക്ക് എൻട്രി മാത്രമേ ഉള്ളൂ, എക്സിറ്റ് ഇല്ല. ദ വൺ വേ ലവ്.